നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചത്. 2 ഇമ്പോർട്ടൻറ്റ് കോസസ് ഫോർ ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഒന്ന് ഓട്ടോക്രാറ്റിക് റൂള്, മറ്റൊന്ന് ആ സമയത്തെ ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഡിവിഷൻ, ഡിസ്ക്രിമിനേറ്റീവ് ഡിവിഷൻ. തുടർന്ന് ഒരു കാരണങ്ങൾ കൂടി നമുക്ക് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫിലോസഫേഴ്സ്. പുസ്തകത്തിൽ 3 ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ തത്വചിന്തകന്മാരുടെ സ്വാധീനം. നമ്മൾ തൊട്ടുമ്പോൾ റിനൈസൻസ് പഠിച്ചിട്ടുണ്ട്, വിശദമായിട്ട് തന്നെ പഠിച്ചതാണ്. അവിടെ ചില പുതിയ ഫിലോസഫേഴ്സ്, ഇൻ്റലക്ച്വൽ പീപ്പിൾ, ദ ഇൻട്രൊഡ്യൂസ് ന്യൂ ഐഡിയോളജി, എസ്പെഷ്യലി പൊളിറ്റിക്കൽ ഐഡിയോളജി, ഹ്യൂമൻ റൈറ്റ്സ്, റൈറ്റ്സ് ഓഫ് ദ മാൻ. ഇത് റിനൈസൻസ് ഏറ്റവും ശക്തമായി നടന്ന പ്രദേശങ്ങളിൽ ഫ്രാൻസാണ്. അതുകൊണ്ട് തന്നെ റിനൈസൻസിൻ്റെ റിസൾട്ടായിട്ട് സം ന്യൂ ഫിലോസഫി എമർജ്ഡ് ഇൻ ഫ്രാൻസ്. 3 പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സിൻ്റെ അവരുടെ ഇൻഫ്ലുവൻസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി. പുസ്തകത്തിൽ 3 ബോക്സായി കൊടുത്തിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട പേരുകൾ: വോൾട്ടയർ, റൂസോ ആൻഡ് മോണ്ടസ്ക്യൂ. ദെയർ ആർഗ്യുമെൻറ്റ്സ്, ദെയർ ഐഡിയോളജി ദാറ്റ് ഇൻസ്പയർ ദ പീപ്പിൾ. അവരുടെ ആർഗ്യുമെൻറ്റ്സ്, അവരുടെ സ്പീച്ചസ്, അവരുടെ എഴുത്തുകൾ, ദെയർ വർക്ക്സ്, ലിറ്റററി വർക്ക്സ്, സം ബുക്സ്, എവറിത്തിങ് ഇൻസ്പയർ ദ പീപ്പിൾ. എവറി ടൈം ദേ വർ ടോക്കിംഗ് അബൌട്ട് ദ ഹ്യൂമൻ റൈറ്റ്സ്. എവറി ടൈം ദേ ഇൻസ്പയറിംഗ് ദ പീപ്പിൾ ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. ദേ അപ്ലിഫ്റ്റഡ് ദ പോളിസി ഓഫ് പീപ്പിൾ സോവറിനിറ്റി. ഇത്തരം ആശയങ്ങൾ വളരെ പെട്ടെന്ന് ഫ്രഞ്ച് സമൂഹത്തിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പം 3 പേരുകൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ബോക്സാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ലവണ്ണം പുസ്തകം വായിച്ചിരിക്കണം. അതിൽ 3 പേരും പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ചില എഴുത്തുകൾ. ഒന്ന് ഫസ്റ്റ് വോൾട്ടയറാണ്. ഹി റെഡിക്കൽഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ക്ലർജി. എല്ലായ്പ്പോഴും ഈ പുരോഹിതന്മാരെ പരിഹസിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചെയ്ത ആളാണ്. റെഡിക്കുലസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി ആൻഡ് പ്രൊമോട്ടഡ് ദ റാഷണൽ തിങ്കിങ്, ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. ഇത് റിനൈസൻസ് കാലഘട്ടത്തിൽ ഉയർന്നു വന്ന 3 പ്രധാനപ്പെട്ട ആശയം. റാഷണൽ തിങ്കിങ്, യുക്തിചിന്ത, യുക്തിക്കനുസരിച്ച് ചിന്തിക്കുക, ശാസ്ത്രത്തിനനുസരിച്ച് ചിന്തിക്കുക. ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, സമത്വം. ഇപ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി ഇല്ലാത്ത സാധനമാണത് ഇക്വാലിറ്റി. നമുക്കറിയാം, സൊസൈറ്റിയെ ഡിവിഷനൊക്കെ നമ്മൾ പഠിച്ചാണ്. ആൻഡ് ഹ്യൂമാനിസം, ഇറ്റ് വാസ് ദ ഫീച്ചർ ഓഫ് ദ റിനൈസൻസ്. സോ വോൾട്ടയർ റിഡിക്കുലസ് ദ ക്ലർജി, ഈ inspire the people by promoting rational thinking, ideas of equality and humanism. ഫേമസായ മറ്റൊരു ഫിലോസഫർ റൂസോ ആണ്. ഹീ സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വാചകമുണ്ട്: മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ ഭൂമിയിൽ സ്വതന്ത്രനായിട്ടാണ് ജീവിക്കുന്നത്, പക്ഷേ എല്ലായ്പ്പോഴും അവൻ ചങ്ങലക്കുള്ളിൽ. ആ ചങ്ങലയെ ബ്രേക്ക് ചെയ്യണം. മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ സ്വതന്ത്രനാണ്, പക്ഷേ പിന്നീട് സിസ്റ്റം അവനെ ചേഞ്ച് ചെയ്യപ്പെടുന്നു, അവനെ ചെയിനുള്ളിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാചകമാണ്: മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഈസ് ഇൻ ചെയിൻ. ആൻഡ് ഓൾസോ ഹി ഡിക്ലെയർഡ് ദ പീപ്പിൾ, സോ ഹി ബിലീവ് ദ പീപ്പിൾ സോവറിനിറ്റി. രാജാവിന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല, ജനങ്ങൾക്കാണ്, രാജ്യം ജനങ്ങളുടേതാണ്. അതുകൊണ്ട് പീപ്പിൾ സോവറിനിറ്റി. അപ്പോൾ വോൾട്ടയറും റൂസോൻ്റെ പ്രസിദ്ധമായ കൊട്ടേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കണം: മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഈസ് ഇൻ ചെയിൻ. 3ാമത്തെ മോണ്ടസ്ക്യൂ ആണ്. എൻകറേജ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്കും ഡെമോക്രസിയും. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം നമുക്ക് ഈ എൻലൈറ്റ്മെൻറ്റും റിനൈസൻസിൻ്റെയും ഉയർന്നു വന്ന പുത്തൻ ഐഡിയോളജികളാണ്. ഡെമോക്രസി, റിപ്പബ്ലിക് എന്ന ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റു കോൺട്രിബ്യൂഷനാണ് സജസ്റ്റ് ദ ഡിവിഷൻ ഓഫ് പവർ ഓഫ് ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് 3 പ്രധാന പില്ലേഴ്സുകൾ ചേർന്നാണ്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. എല്ലാ രാജ്യങ്ങളും ഒരു ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്. ഇങ്ങനെ ആദ്യമായി ഒരു ഗവൺമെൻറ് എന്ന് പറയുന്ന രാജാവ് മാത്രമല്ല, 3 സെപ്പറേറ്റ് വിഭാഗങ്ങൾ ചേരുന്ന 3 പില്ലേഴ്സാണ് ഒരു ഡെമോക്രസി, ഒരു സ്റ്റേറ്റിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞ ആളാണ്. ഇവരുടെ 3 പേരുടെയും ഫിലോസഫി, ദെയർ സ്പീച്ചർ, ദെയർ ബുക്സ്, ദെയർ ആറ്റിറ്റ്യൂഡ് ഇൻസ്പയർ ദ പീപ്പിൾ ആൻഡ് പ്രൊവോക്ക് ദ പീപ്പിൾ. ജനങ്ങളോട് പറയുകയാണ്, ഇതാണ് സ്ഥിതിഗതികൾ. രാജാധികാരത്തെ അട്ടിമറിക്കണം, ജനങ്ങൾക്ക് അധികാരം കിട്ടണം, മനുഷ്യൻ സ്വതന്ത്രനാണ്, പക്ഷെ അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം.
സോ ഇവരുടെ ഇൻസ്പിരേഷൻ വൺ ഓഫ് ദ റൂട്ട് കോസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഇത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി മറ്റൊന്ന് പഠിക്കാനുള്ളത് നമുക്ക് ഇതാണ്. അപ്പോൾ ഐ ടോൾഡ് യു ദ കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. 3 പ്രധാനപ്പെട്ട കാരണങ്ങളിലൂടെ കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചു. 1 ഓട്ടോക്രാറ്റിക് റൂൾ, 2 അന്നത്തെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സൊസൈറ്റി വാസ് ഡിവൈഡ് 3 എസ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ടാവുന്നതായിരിക്കണം. 3-മത്തെയാണ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫിലോസഫേഴ്സ്. ആ 3 പേരുകൾ വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. അപ്പോൾ കാരണങ്ങളായി. ഇനി സമരം തുടങ്ങുന്ന ഈ കലാപങ്ങൾ ആരംഭിക്കുന്നതിനൊരു അവസരമാണ്. ഈ സമയത്ത് ബിഗിനിങ് ഐ ടോൾഡ് യു ഇറ്റ് വാസ് ഹാപ്പനിങ് 1789. ഇത് നടന്നത് 1789-ലാണ്. ദ ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്കോണ്ടർ ഓഫ് ദ ബോർബൻ കിങ്സ്. ബോർബൻ രാജാക്കന്മാരുടെ ജീവിതം നമ്മൾ പറഞ്ഞു വളരെ ആഡംബരപൂർണ്ണമായ. ഇവരുടെ പ്രധാന പണി ബ്രിട്ടനുമായി യുദ്ധം ചെയ്യണം. ആംഗ്ലോ ഫ്രഞ്ച് വാർ. യുദ്ധത്തിൽ പലതും പരാജയപ്പെട്ടു, സൈനികപരമായി തകർന്നു. മാത്രമല്ല ബോർബൻ കിങ്സ് ഹെൽപ്ഡ് ദ അമേരിക്കൻ കോളനീസ്. അമേരിക്കൻ കോളനികൾക്ക് വലിയ തോതിൽ സാമ്പത്തിക സഹായം. അമേരിക്കൻ സമരത്തെക്കുറിച്ച് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞാണ്. അവർക്ക് സൈനികമായ സഹായങ്ങൾ, മിലിറ്ററി അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഫ്രാൻസിൽ എന്ത് പട്ടിണിയാണെങ്കിലും, കാരണം ബ്രിട്ടനെയാണ് അമേരിക്കൻ കോളനികൾ സൈന്യം തോൽപ്പിക്കുക. ബ്രിട്ടൻ ഫ്രാൻസിൻ്റെ ഒരു എനിമിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് കോളനികളുടെ സമരത്തെ വലിയ തോതിൽ ആളും അർത്ഥവും നൽകി ഫ്രാൻസ് സപ്പോർട്ട്. അവരുടെ സ്കോണ്ടർ ദൂർത്ത് കുറേ കഴിഞ്ഞപ്പോഴേക്കോ, മാത്രമല്ല ഈ സമയത്ത് ഫ്രാൻസിലുണ്ടായ ക്ഷാമം, ക്രോപ്പ് ഫെയിലിയർ, ഫ്രീക്വൻറ്റ് സ്പെൽസ് ഓഫ് ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ, ഇതെല്ലാം ഫ്രാൻസിൻ്റെ ട്രഷറിയെ ലീഡ് ടു ദ ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്സി. ട്രഷറി കാലിയായി, പൈസ ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ 1780 ആകുമ്പോഴേക്കും ഫ്രാൻസ് രൂക്ഷമായ ഫേസിങ് സിവിയർ ഫിനാൻഷ്യൽ ക്രൈസിസ്. ഒരുപാട് കാരണങ്ങൾ അതിലുണ്ട്. അന്നത്തെ ഡ്രോട്ട് ഫെയിലിയർ ഉണ്ട്, ക്രോപ്പ് ഫെയിലിയർ ഉണ്ട്, ഡ്രോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലക്ഷൂറിയസ് ലൈഫിന് വേണ്ടി വന്നൊക്കെ ചില പൈസയുണ്ട്. ഇതെല്ലാം ചേർന്ന് ഫ്രാൻസ് രൂക്ഷമായൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ്. ടു ഓവർകം രാജാവിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ. സോ ഹൗ ടു ഓവർകം ദിസ്? ഈ സമയത്ത് ഫ്രാൻസിൽ പേരിനൊരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോൺ ആസ് സ്റ്റേറ്റ് ജനറൽ. ഇതിനെയാണ് വിളിക്കുക സ്റ്റേറ്റ് ജനറൽ. ദ ലൂയിസ് 16th ഡിസൈഡഡ് ടു സമൻസ് ദ പാർലമെൻറ്റ്. പാർലമെൻ്റ് ഒന്ന് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. വേറൊന്നുമല്ല, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഫ്രാൻസ് നിൽക്കുകയാണ്. ഇതെങ്ങനെയാണ് പരിഹരിക്കുക? അന്നത്തെയും ഇന്നത്തെയും ഗവൺമെൻറ്റുകളുടെ ഏറ്റവും പ്രധാനമായ മാർഗം ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ ടാക്സുകൾ ചുമത്തണം. ജനങ്ങളാകെ അജിറ്റേറ്റഡ് അവസ്ഥയിൽ നിൽക്കുകയാണ്. സോ ഹി റിയലൈസ് ഇറ്റ് വാസ് നോട്ട് ഈസി ടു ഇമ്പോസ് ടാക്സസ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇനി സാധാരണക്കാരിൽ നിന്നാണ് നികുതി പിരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫ്രഞ്ച് സൊസൈറ്റിയിൽ നികുതി നൽകാൻ ബാധ്യതപ്പെട്ടവർ കോമൺ പീപ്പിളാണ്. സോ അവരത് പെട്ടെന്ന് പോയി നികുതി പിരിക്കുക പറഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹി വാണ്ട് ദ കൺസെൻറ്റ് ഓഫ് ദ പാർലമെൻറ്റ്. സോ ഹി സമൻസ് ദ പാർലമെൻറ്റ് നോൺ ആസ് സ്റ്റേറ്റ് ജനറൽ. അതിനെ വിളിക്കുന്ന പേര് സ്റ്റേറ്റ് ജനറൽ എന്നാണ്. അത് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സമൻസ് ദ പാർലമെൻറ്റ്. ദാറ്റ് വാസ് ഇൻ 1789. ഇനി ആ പാർലമെൻറ്റിൻ്റെ അവസ്ഥ രസകരമാണ്. അതിൽ ഒരുപാട് അംഗങ്ങളുണ്ട്, 1000-ഓളം അംഗങ്ങളെ പാർലമെൻറ്റ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ഡിവൈഡ് ടു 3 എസ്റ്റേറ്റ്. സൊസൈറ്റിയെ പോലെ തന്നെ പാർലമെൻറ്റ് 3 എസ്റ്റേറ്റുകളായി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈച്ച് എസ്റ്റേറ്റ് ഹാവ് ഓൺലി 1 വോട്ട്. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടാണ്. അപ്പോൾ ആകെ 3 വോട്ടേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് നാച്ചുറലി ദേ വേർ സപ്പോർട്ടിങ് ദ കിങ്. അതുകൊണ്ട് 3 വോട്ടിൽ 2 വോട്ട് എല്ലായ്പ്പോഴും രാജാവിന് അനുകൂലമായിട്ട് കിട്ടും. എന്നാൽ പാർലമെൻറ്റിൻ്റെ മൊത്തം സ്ട്രെങ്ത് എടുത്താൽ ഫസ്റ്റ് എസ്റ്റേറ്റ് കംപ്രൈസിങ് 285 മെമ്പേഴ്സ്, സെക്കൻഡ് എസ്റ്റേറ്റ് 308 മെമ്പേഴ്സ്, തേർഡ് എസ്റ്റേറ്റ് 621. അപ്പോൾ 1000-ഓളം അംഗങ്ങളിൽ 621 അംഗങ്ങളും തേർഡ് എസ്റ്റേറ്റിൽ നിന്നാണ്. ദ വോട്ടിംഗ് സിസ്റ്റം ഓഫ് ദ പാർലമെൻറ്റ്, ഈച്ച് എസ്റ്റേറ്റ് ഹാവ് 1 വോട്ട്. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? 3 വോട്ടേ ആകെ ഉണ്ടാവുള്ളൂ. 2 വോട്ട് രാജാവിന് അനുകൂലമായി കിട്ടും. അപ്പം രാജാവിൻ്റെ നിർദ്ദേശങ്ങൾ ദാറ്റ് ക്യാൻ ബി പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്, ദാറ്റ് മേ ബി പാസ്സാക്കപ്പെടും. ഇത് വെച്ചിട്ടാണ് രാജാവ് വിളിച്ചു ചേർത്തത്. ഇതിൻ്റെ അപകടം തേർഡ് എസ്റ്റേറ്റ് മണത്തു. ദേ ഡിമാൻഡഡ് ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം.
അപ്പോൾ അവർ ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ വന്നാൽ മോർ ദാൻ 1000 members, 621 members are from third estate. So naturally, their decision will be passed by the parliament. രാജാവ് സമ്മതിച്ചില്ല. ഇങ്ങനെ രാജാവ് സ്വാഭാവികമായിട്ടും ഇതിനെ എതിർത്തു. ദിസ് ലീഡ്സ് ദ ക്ലാഷ് ബിറ്റ്വീൻ കിങ് ആൻഡ് ദ തേർഡ് എസ്റ്റേറ്റ്. ഇത് രാജാവും തേർഡ് എസ്റ്റേറ്റും തമ്മിലെ ക്ലാഷില്ല. അപ്പോൾ നമ്മളിന്ന് ഇത്രയും പഠിച്ചാൽ മതി. രാജാവ് പാർലമെൻറ്റ് വിളിച്ചു ചേർക്കാനുണ്ടായ സാഹചര്യം, പാർലമെൻറ്റിലെ വോട്ടിംഗ് സിസ്റ്റം, അവസാനം ദ ഡിമാൻഡ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ്. എന്താ ഡിമാൻഡ്? ഈച്ച് ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് 1 vote. അങ്ങനെ വരികയാണെങ്കിൽ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ്. ഇറ്റ് ഹാസ് റിജക്റ്റഡ് ബൈ ദ കിങ്. അപ്പോൾ ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ. ഇത് കൃത്യമായി പുസ്തകം വായിച്ച് പഠിക്കണം. ഞാൻ നേരത്തെ വൺസ് അഗൈൻ റിപ്പീറ്റ്, ചോദ്യോത്തര രൂപത്തിൽ വേണം പഠിക്കാൻ. ഓക്കെ, മീറ്റ് യു അഗൈൻ ടുമോറോ.